ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മളൊരു മാലകളുടെ വീഡിയോ ഇട്ടു. അതിൻ്റെ ഫോട്ടോസ് നമ്മൾ ഫുള്ളായിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടില്ല. എനിക്കെല്ലാം അത് അഴിച്ച് അത് ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മാലയൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് ഇട്ടിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനത് സമയം പോലെ നമ്മൾ ഗ്രൂപ്പിൽ ഓരോ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് ഞാൻ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പേര് പറഞ്ഞു റീസെല്ലേഴ്സിന് വീഡിയോയിൽ റേറ്റ് പറയുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ഗീവ് എവേയും കൂടി നടത്തുന്നത് കൊണ്ട് റീസെല്ലേഴ്സിന് അത് സ്റ്റാറ്റസ് വെക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കാരണം അതിൽ റേറ്റ് പറയുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കത് സ്റ്റാറ്റസ് വെക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും യൂസ്ഫുൾ ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗീവ് എവേസ് ഒക്കെ നടത്തുന്നത്. കാരണം നമ്മുടെ വീഡിയോസ് റീച്ച് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ചിലർ അതിലും കള്ളത്തരങ്ങൾ ഒരുപാട് കാണിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നാലും അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലർ ഗിഫ്റ്റിന് വേണ്ടി മാത്രം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ റീസെല്ലേഴ്സ് നമ്മുടെ അടുത്ത് നിന്ന് എപ്പോഴും ഐറ്റംസ് വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ കുറച്ച് ഇളവുകൾ നൽകിയിട്ടുണ്ട്. കാരണം അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവർക്ക് വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഫസ്റ്റ് കണ്ടു തുടങ്ങുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. പിന്നെ ആ വീഡിയോ അവസാനിക്കാനാവുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അതായത് ഏകദേശം ഫുള്ള് കണ്ടു കഴിയുമല്ലോ. അപ്പോൾ നമുക്ക് അതിൽ പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യൽ അത്ര നിർബന്ധമില്ല. കാരണം അവർ റീസെല്ലേഴ്സ് ആണല്ലോ. അപ്പോൾ റീസെല്ലേഴ്സ് ആരായാലും അവർക്ക് അങ്ങനെ ചെയ്യാം. കാരണം ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് 2 സ്ക്രീൻഷോട്ട് മതിയാവും. നമ്മൾ ഒരാഴ്ചയിൽ ഇടുന്ന എത്ര വീഡിയോ ആണോ ആ വീഡിയോയ്ക്ക് ഓരോ വീഡിയോയ്ക്കും 2 സ്ക്രീൻഷോട്ട് വീതം മതിയാവും. ഓക്കെ, നമുക്ക് പുറത്തുനിന്ന് നമ്മുടെ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഇപ്പോൾ മഴയും കൂടി ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് ഭയങ്കര ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ വണ്ടികളൊക്കെ പോകുന്ന വെച്ചേക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ നമുക്ക് വെളിച്ചത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. ഒന്ന് നമ്മുടെ ഫോണിന് ക്ലാരിറ്റി കുറവാണ്. ഫോൺ കുറച്ച് നാളായതാണ്, അതൊക്കെ മാറ്റാനായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ടോട്ടലി ക്ലൈമറ്റ് ആകെ ചേഞ്ച് ചെയ്ത് നല്ല മഴയാണല്ലോ, എല്ലായിടത്തും നല്ല മഴയാണല്ലോ. അപ്പോൾ പുറത്തുനിന്ന് അധികം വെളിച്ചമൊന്നും നമുക്കില്ല. അപ്പോൾ കുറച്ച് ഇങ്ങനെ നമ്മുടെ വീഡിയോസിൻ്റെ ആ ഒരു തെളിച്ചക്കുറവിന് കാരണം നമ്മുടെ വീഡിയോ ഒക്കെ നമ്മുടെ ക്യാമറയുടെ ഒരു തെളിച്ചക്കുറവാണ്. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പുറത്തുനിന്ന് ജനലൊക്കെ തുറന്നിട്ടാലും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ജനൽ തുറന്നിടാൻ എനിക്ക് പറ്റില്ല. വിൻഡോസ് തുറന്നിട്ടാലും ചിലപ്പോൾ ഈ പുറത്തുനിന്നുള്ള സൗണ്ട്സ് ഒരുപാട് വരുന്നത് കൊണ്ട് നമുക്കതും ബുദ്ധിമുട്ടാകും. പക്ഷേ ഇന്ന് ഞാൻ വിൻഡോസൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സൗണ്ട്സ് നമുക്ക് പുറത്തുനിന്ന് കേൾക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക. ഓക്കെ, പിന്നെ പറയാനുള്ളത് അപ്പോൾ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം. അപ്പോൾ ഒരു വീഡിയോയ്ക്ക് 2 സ്ക്രീൻഷോട്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ടാവണം, കമൻറ്റ് ചെയ്തിട്ടുണ്ടാവണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആര് വീഡിയോ കണ്ടാലും സ്റ്റാറ്റസ് വെക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യാത്തവർ, അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ വേണ്ടി വരും. അങ്ങനെയും ചെയ്യുക, ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഫസ്റ്റ് സ്ക്രീൻഷോട്ടും ലാസ്റ്റ് സ്ക്രീൻഷോട്ടും നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കൊരു ഉറപ്പ് വേണ്ടേ. വെറുതെ നമ്മൾ ഒരു സമ്മാനം അങ്ങോട്ട് കൊടുക്കുന്നത്, അതിന് ചിലർ ഫസ്റ്റത്തെ ഭാഗം മാത്രം കണ്ടിട്ട് ഷെയർ ചെയ്ത് വീഡിയോ എടുത്ത് വയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു റീച്ച് ആവില്ല. അത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നോക്കിയാൽ അറിയാലോ. അപ്പോൾ എനിക്ക് തോന്നി ആരും വീഡിയോസ് അങ്ങനെ കാണുന്നില്ല. ഗിഫ്റ്റിന് വേണ്ടി മാത്രം നിങ്ങൾ വെറുതെ ഒന്ന് നോക്കിയിട്ട് അത് സ്റ്റാറ്റസ് വയ്ക്കുക, ഷെയർ ചെയ്യുക ചെയ്യണുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നി ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് കമൻറ്റ് ഇട്ടാൽ തന്നെ കുറച്ചും കൂടി റീച്ച് ആവും. അപ്പോൾ നമ്മളൊരു ഉപകാരം അങ്ങോട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരിത് അങ്ങോട്ട് ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് എന്തെങ്കിലും ഏണിങ്സ് വേണ്ടേ. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് കുറേ സംസാരിച്ച് നേരം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബാംഗിൾസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ. ഒരുപാട് ബാംഗിൾസ് നമുക്ക് കഴിഞ്ഞ പെരുന്നാളിന് നമ്മൾ 1, 2, 3 പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടും നമുക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് നമുക്ക് കാണിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരുവിധമൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇനി വളരെ കുറച്ചുകൂടി നമുക്ക് ഉള്ളൂ. കുട്ടികളുടേതായാലും അതേപോലെ വാച്ചസ് നമുക്ക് എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈം ഇറക്കിയ ഒരു 4 പീസസ് ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതും ഞാൻ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഓഫറിലാണ്. റീസെല്ലേഴ്സിന് അത് 450 വരെ കൊടുക്കാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും കുറവിനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ കൊടുത്തിരുന്നത് 440-നാണ്. ഇപ്പം നമുക്ക് ആ വാച്ചിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ആകെ 4 പീസസ് ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ. കണ്ടില്ലേ, ഇത് ഞാൻ പിന്നീട് എടുത്തത്. നമ്മുടെ അടുത്തുള്ളതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നീട് എടുത്തതാണ്. ഇതൊരു ഗ്രീൻ കളർ, ഇതേപോലെ ഫ്ലവറൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ ഇതൊരു വൈറ്റ്, കണ്ടില്ലേ, വൈറ്റിൽ ഈ ഒരു ഫ്ലവറും കണ്ടില്ലേ, ഇവിടെ ഒരു ബ്ലാക്ക്.
ഇത് ഗ്രീന്, ഇവിടെ വൈറ്റാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ മുമ്പുണ്ടായിരുന്ന ആ ഗ്രീൻ എൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇനി അഥവാ സെയിലായി പോയില്ലെങ്കിലും ഈ ഗ്രീൻ എനിക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ അതാ ഇത് ഈ ഒരു മോഡൽ വൈറ്റ്, പിന്നെ ഇതൊരു ഒരു റോസ് ഗോൾഡ് കളർ, സ്കിൻ കളർ ടൈപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ. ഇതൊരുപാട് പേര് ചോദിച്ചു, പക്ഷേ നമ്മുടെ അടുത്ത് നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് പിന്നെ അത് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അത് കാരണം കൊണ്ട് നമുക്ക് കാണിക്കാനും പറ്റിയില്ല. പക്ഷെ എന്നാലും നമുക്ക് ഈ 4 പീസ് ഇത് വൈറ്റിൽ കണ്ടോ, ഇവിടെ ഇതേപോലെയുള്ള ഫ്ലവർ വെച്ചിട്ട് ഇത് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി, പിന്നെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇത് വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു 4 പീസസ്, ഓക്കെ, 4 പീസസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് റേറ്റ് വരുന്നത് 410 രൂപയാണ് കേട്ടോ. 2 എണ്ണം എടുക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ വീണ്ടും റേറ്റ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഒരു പീസ് എടുക്കുന്നവർക്ക് 410 രൂപ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ നമ്മൾ 2 എണ്ണം എടുക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് ഒരു 10 രൂപയും കൂടി ഓരോന്നുമ്മലും കുറച്ചിട്ട് 400 രൂപ വീതം വെച്ച് 2 എണ്ണം എടുക്കുന്നവർക്ക് 400 രൂപ വീതം വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് 410 രൂപ. ഓക്കെ, 4 പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ, വെറും 4 പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത്രയും കുറവ് നമുക്കിനി എവിടെയും കിട്ടില്ല. ഇത് പ്രീമിയം ക്വാളിറ്റിയാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ, കണ്ടില്ലേ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രീമിയം ക്വാളിറ്റിയാണിത്. പെട്ടെന്നൊന്നും ഇതൊന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലല്ലോ. ഇനി ഡെയിലി യൂസ് ചെയ്താൽ പോലും നമുക്കിത് 1 വർഷം ഡെയിലി യൂസായിട്ട് ഉപയോഗിക്കാം. ഇതൊന്നും പിന്നെ നമുക്ക് തീരെ നനയുന്ന പ്രശ്നം, വാച്ചായതുകൊണ്ട് തന്നെ നനയുന്ന പ്രശ്നമോ അങ്ങനെയുള്ള സാഹചര്യത്തിലൊന്നും ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു വാച്ച് നമുക്ക് ഉപയോഗിക്കാൻ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഇത് ഇപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയാൽ തന്നെ ഇപ്പോൾ അധികം പൈസയൊന്നും ഇല്ലല്ലോ, ബാറ്ററി ഒന്നും മാറ്റിയിടാനൊന്നും അധികം പൈസയൊന്നുമില്ല. നല്ല ക്വാഡ്സിൻ്റെ കമ്പനിയാണത്. ഇതിൽ കമ്പനി നെയിമൊക്കെ എഴുതിയിട്ടുണ്ട്, ക്വാഡ്സിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു 4 ഡിസൈൻ എന്ന് പറയുന്നത്. ഗ്രീന്, 2 വൈറ്റ്, പിന്നെ ഒരു ഗോൾഡൻ കളർ. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ ഏകദേശം ഒരു 280 രൂപ 250 രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റി. ഇതിൻ്റെ എന്താ പറയുക, ഈ ഒരു വളയുടെ ഇത് ഫിനിഷിംഗ് ഒക്കെ കാണുമ്പോൾ, സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അണിയാൻ തോന്നും. അത്ര ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ നമ്മളുടെ അടുത്തുണ്ടായിരുന്നില്ലേ 90 രൂപയ്ക്ക് നമ്മൾ കൊടുത്തത്, ഇത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കയ്യുമിടുന്നുണ്ട്. എനിക്ക് പെട്ടെന്നൊന്നും കളർ പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ വെള്ളമൊന്നും അധികം നനയ്ക്കാറില്ല. പിന്നെ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഞാനിത് ഊരി വയ്ക്കും. ഇത് ഞാൻ പറഞ്ഞല്ലോ മീഡിയം ക്വാളിറ്റിയാണ്, ഇതിൻ്റെ അത്ര ക്വാളിറ്റി ഇതിനുണ്ടാവില്ല. അപ്പോൾ ഇതും നമ്മളത് ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 4 പീസും കൂടി ഉള്ളൂ, ഞാനത് കാണിച്ചു തരാം. അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത് ഞാൻ എന്തായാലും ഒന്ന് മാറ്റി വെച്ച് ഇതൊന്ന് വേറെ ചെയ്ത് കാണിച്ചു തരാം. ചിലർക്ക് നമ്മളത് വേറെ ചെയ്ത് കാണിച്ചു കൊടുക്കണം, അപ്പോഴാണ് അവർക്ക് അറിയുള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ കണ്ടില്ലേ, ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 200 രൂപയാണ് കേട്ടോ, 200 രൂപ. അതുപോലെ ഇതൊക്കെ നമ്മളോട് വീണ്ടും ആരൊക്കെയോ ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ നമുക്കിത് സ്റ്റോക്ക് ഔട്ടായിരുന്നു. ഇതാണ് മോഡൽ, കണ്ടില്ല, ഇതൊക്കെ ഫ്രണ്ട് ഓപ്പൺ വരുന്ന ടൈപ്പാണ് കേട്ടോ. നല്ലൊരു വാച്ച് മോഡൽ 6 cm ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇത് വരുന്നത്, 6 cm. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കെടുത്ത് ഇടാൻ തോന്നും, അങ്ങനത്തെ നല്ല ഭംഗിയുള്ള അടിപൊളി. ഇത് സ്റ്റോൺ വരുന്നത് കൊണ്ടാണ് ഇതിന് 200 റുപ്പീസായിട്ട് വരുന്നത്. ഈ ഒരു റേറ്റിന് ഇനി നിങ്ങൾക്ക് എന്താ പറയുക, ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ റേറ്റിനായിരിക്കില്ല കൊടുക്കുക. ഏകദേശം ഒരു 230 250 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ. ഇത് ലോക്ക് ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. ഇതുപോലെ ഒരു ലോക്ക് ടൈപ്പാണ് ബട്ടർഫ്ലൈൻ്റെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമാവും അങ്ങനെയുള്ളൊരു മോഡൽ. ഇതും ഒരു ലോക്ക് ടൈപ്പാണ്. ഉണ്ടല്ലേ, ഇത് ഒരു ഹാർട്ട് ഷേപ്പ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നമുക്ക് അയച്ചു തരാം കേട്ടോ. ഏതാണെന്ന് വെച്ചാൽ ടിക്ക് ചെയ്ത് അയച്ചു തരിക. അപ്പം നമ്മൾ 200 രൂപയാണ് റേറ്റ് പറയുന്നത്. കൺഫേം ആയ ഓർഡറുകൾ മാത്രം പറയാം കേട്ടോ. ഓക്കെ, നമ്മുടെ വീഡിയോസ് ലെങ്ത് ആവുന്നുണ്ട് എനിക്കറിയാം, കാരണം നമ്മൾ ഒരുപാട് ഇത് ഇട്ട് കാണിക്കുമ്പോഴും ഇത് പാക്കറ്റിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ടൈം ആവുന്നുണ്ട്. അതുകൊണ്ടാണ്. എന്നാലും ഞാൻ പരമാവധി ഇപ്പോൾ വീഡിയോ ആയാലും നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസൊക്കെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. കുറച്ച് എൻ്റെ വോയിസ് കേട്ടാൽ അറിയാം, ഒരുപാട് സ്പീഡിലാണ് ഞാൻ പറയുന്നത്. അത് സ്പീഡിൽ ഞാൻ പറയുന്നതല്ല, നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത് സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ്, ടൈം പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്ക് ആ ടൈം തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം
ഈ 6 പീസസേ ഉള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഇനി ഈ റേറ്റിന് കൊടുക്കില്ല. 200 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അടുത്തത് വരുന്നത് ഇതാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ പെട്ട റോസ് ഗോൾഡിൻ്റെ തന്നെ. ഇതിൽ പിന്നെ സ്റ്റോണൊന്നും അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് കൊടുത്തിരുന്നത് 180 രൂപയ്ക്കാണ്. ഇപ്പം ഞാൻ ഇതിൽ ജസ്റ്റ് 10 രൂപ കുറച്ചിട്ടുണ്ട്. മറ്റേതിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, അത്ര കുറച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് പറ്റില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചിട്ടുള്ളതാണ്. അപ്പം 180 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് 170 രൂപ. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ ഒരുപാട് എടുക്കുമ്പോൾ ഇനിയും കുറയോ, ഒന്നും കൂടി കുറച്ച് തരുമോ, അതൊന്നും ചോദിക്കരുത്. പിന്നെ ഷിപ്പിംഗ് ചാർജ് എത്ര എടുത്താലും ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് വരും. 50 രൂപയാണ് ഹാഫ് kg വരെ നിങ്ങൾക്കുള്ള ഷിപ്പിംഗ് ചാർജ്. പിന്നെ ഇന്നലെ ഞാൻ 42 രൂപ 50 പൈസ പറഞ്ഞത് നമ്മുടെ ഗീവ് അവേ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നവർക്ക് ആ ഒരു ഐറ്റം നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അത്ര ഷിപ്പിംഗ് ചാർജ് ആവും. ബാക്കിയുള്ള ചാർജ് നിങ്ങൾ എന്തായി ബാക്കി അതിൻ്റെ കൂടെ നിങ്ങൾ എത്ര എടുക്കുന്നോ അത് ഗീവ് അവേക്കാർക്ക് മാത്രം അതിൻ്റെ ചാർജ് നിങ്ങൾ അടയ്ക്കേണ്ട വരും. ഓക്കെ, 50 രൂപയാണ് നിങ്ങളുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് 1/2 കിലോ വരെ. ഓക്കെ, അത് നമ്മുടെ പാക്കിംഗ് ചാർജും കാര്യങ്ങളായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇനി അടുത്തത് വരുന്നത് ഇതാ ഈ ഒരു ടൈപ്പ്. ഇതൊരു ഗോൾഡൻ കളറിലുള്ളതാണ് കേട്ടോ. നമുക്ക് എല്ലാ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഇത് എന്താ പറയുക, അങ്ങനെ ഒരു ഫ്ലവറിൻ്റെ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു 170 രൂപയ്ക്ക് എനിക്ക് കിട്ടിയതേ ഈ 170 രൂപയ്ക്കാണ്. ഇത് ശരിക്കും 250 260 രൂപയ്ക്കൊക്കെയാണ് ഷോപ്പുകളിൽ നിന്ന് കിട്ടുള്ളൂ. നല്ല ഫിനിഷിങ്ങുള്ള നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അത് ഗോൾഡ്. പിന്നെ ഇത് 2 ബട്ടർഫ്ലൈ വരുന്ന ടൈപ്പ്, ലോക്ക് ടൈപ്പാണ്. ഇത് നല്ല സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഐറ്റം തന്നെയാണ്. നമുക്ക് ഓരോന്നും ഇട്ട് കാണിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്താ കാണിച്ചിട്ടുണ്ട്. ഓരോരുത്തർ എന്നെ ഒന്ന് ഇട്ട് കാണിക്കുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കും. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഇട്ട് കാണിക്കൽ നടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാ അപ്പോൾ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. ഇതാ കണ്ടില്ലേ, ഇത് ഫ്ലവർ ടൈപ്പാണ്. ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ. ഇതും ഫ്രണ്ട് ഓപ്പൺ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിപ്പോൾ 170. ഈ 5 പീസ് കേട്ടോ. ഈ 5 പീസാണ് ഇതിൽ വരുന്നത്. റോസ് ഗോൾഡിൽ വരുന്ന നല്ല അടിപൊളി നല്ല ഇതായിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ നോക്കുക, എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് അയയ്ക്കുക. അടുത്തത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഐറ്റം. ഇതും റോസ് ഗോൾഡ് തന്നെ, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ പെട്ട റോസ് ഗോൾഡ് തന്നെ. ഇത് മറ്റേ മാറ്റ് ഫിനിഷ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ വരുന്ന നല്ല ഫിനിഷിംഗ് ഉള്ള അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണിത്. ഇതിനും റേറ്റ് വരുന്നത് 170 രൂപയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് സെയിൽ ഉണ്ടായിരുന്നതാണ്, നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തത്. ഇതാ ഇങ്ങനെ 2 ബട്ടർഫ്ലൈയും അതിൻ്റെ ഇടയിൽ സ്റ്റോണും വരുന്നത് 180 രൂപയ്ക്കാണ് ഞാനിത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 170. അതുപോലെ തന്നെ അതാ കണ്ടില്ലേ ഫ്ലവർ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എടുത്തിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഇത്. ഇതൊക്കെ തീർന്നിട്ട് വീണ്ടും ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, കണ്ടില്ലേ. ഇതാ എല്ലാവരും ഒന്ന് വെയർ ചെയ്ത് കാണിച്ച് തരുമോ, വെയർ ചെയ്ത് കാണിച്ച്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലെല്ലാം ഇട്ട് കാണിച്ച് തരുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒന്ന് കയ്യിലിട്ട് കാണുമ്പോഴാണ് അവർക്ക് എടുക്കാനായിട്ടുള്ളൊരു താല്പര്യം വരുന്നത്. നമ്മളോട് ചോദിക്കുന്നവരെല്ലാം ഒന്ന് വെയർ ചെയ്ത് കാണിച്ച് തരുമെന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു ഐറ്റം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഐറ്റമാണ്. ഇനി ഇതേ 2 പീസും കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് എടുത്തതാണിത്. ഇതാ ഇതുപോലെ ഒരു ഫ്ലവർ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു ഫ്ലവറും ഒരു ഡയമണ്ട് ഷേപ്പിൽ ഇടുമ്പോൾ തന്നെ നമുക്കത് നല്ലൊരു അടിപൊളി ലുക്കാണത്. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇഷ്ടം അതുപോലത്തെ മോഡൽ. അപ്പോൾ ഇതും ഇത്ര പീസസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കാണിച്ചു തന്നില്ലേ, അപ്പോൾ അത്രയും പീസസ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഫോട്ടോ അയച്ചു തരാം. അതല്ല ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് ഇപ്പോൾ ഓരോന്ന് ഞാൻ ഇട്ട് കാണിച്ചു തന്നല്ലോ, സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇത്ര പീസസേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 170. ഇനി അടുത്തത് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ 90 രൂപയ്ക്ക് നമ്മൾ ഓഫറിലിട്ട് കൊടുത്തിരുന്ന ആ ഒരു ഐറ്റമാണത്. 120 രൂപയ്ക്കാണ് അത് ഷോപ്പുകളിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇനി ആകെ ഈ 4 പീസേ ഉള്ളൂ. 90 രൂപയാണ് ഈ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 90 രൂപയാണ്. അപ്പോൾ ഈ 4 പീസ് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് 85 രൂപ വെച്ചിട്ടായിരിക്കും കേട്ടോ തരിക. ആകെ 4 പീസേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത്, മറ്റേതെല്ലാം പ്രീമിയം ക്വാളിറ്റി ആണല്ലോ, അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്ര ലാസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ട് നോക്കിയത്. പക്ഷേ ഞാൻ വെള്ളത്തിലും ഇതിലൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യും, പിന്നെ ഊരി വയ്ക്കും, അങ്ങനെയാണ് ചെയ്യൽ.
എന്നാലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ 85 രൂപ അല്ലെങ്കിൽ 90 രൂപയ്ക്ക് ഇത് നിങ്ങൾക്കൊരിക്കലും നഷ്ടമില്ല. നമ്മൾ എത്രയോ വളകൾ കളർ പോകുന്ന ടൈപ്പൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നു, അതിനേലും റേറ്റ് കൊടുത്തിട്ട്. അപ്പോൾ അതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാരണം അത്യാവശ്യം മീഡിയം ക്വാളിറ്റി ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്. ഞാനിത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക്, അതായത് ദിവസവും പോലെ ഞാൻ എൻ്റെ കൈമുണ്ടായിരുന്ന ബ്രേസ്ലെറ്റാണ് അത് ഊരി വെച്ചിട്ട്, അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വളകൾ കണ്ടപ്പോൾ എനിക്കും ഇടണം എന്നൊരു പൂതി തോന്നി, അങ്ങനെ ഇട്ടതാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനിയുള്ളത് വേണമെങ്കിൽ വേറെ ഇത് കാണിച്ചു തരാം. ഇത് 2 സ്റ്റാറായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ മാല വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. മാല ചെറിയ വിലയിലുള്ള മാലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രീമിയം ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാച്ചായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് 4 എണ്ണയേ ഉള്ളൂ. 4 എണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം, ഒരുമിച്ച് എടുക്കുമ്പോൾ ഒരെണ്ണം 85 രൂപയായിട്ടും തരും. ഈ 4 പീസേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കുറച്ച് കൊടുക്കുന്നത്. 90 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇനി അടുത്തത് വരുന്നത് കുട്ടികളുടെ നല്ല സ്റ്റോണിൽ വരുന്ന അത്യാവശ്യം റേറ്റുള്ള, അതായത് 200 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. കുട്ടികളുടേതും വലിയവരുടെതൊക്കെ ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ 2 മോഡൽസ് 200 രൂപയുടെ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ അളവ് ഏകദേശം അറിയാമല്ലോ, 5.5 അങ്ങനെയാണ് വരുന്നത് അളവ് വരുന്നത്. ഇതാണ് സെൻറ്റിമീറ്ററിലുള്ളത് കറക്റ്റായിട്ട്. ഇത് നോക്കിയാൽ അറിയാം, കണ്ടില്ലേ, 2 ഇഞ്ചാണ് വരുന്നത്, 2 ഇഞ്ച്. പിന്നെ സെൻറ്റിമീറ്ററിൽ നോക്കുവാണെങ്കിൽ കണ്ടില്ലേ, 5 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ 5.5 ഒക്കെ ആയിരിക്കും ഇതിൻ്റെ അളവ് വരുന്നത്. ഇത് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ മോഡലാണ്. കണ്ടില്ലേ, ഇതൊരു ഹാർട്ടാണ്. ഹാർട്ട്, പിന്നെ ഇവിടെ ഒരു വൈറ്റ് ഇനാമൽ പോലെ വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെയൊക്കെ സ്റ്റോൺസും വന്നിട്ടുണ്ട്. 200 രൂപയാണ് റേറ്റ്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടോ, ഇതുപോലെ ലോക്കാണ്. ഇത് നമ്മൾ റീസെല്ലേഴ്സിന് 250, 260 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ അത്. കണ്ടില്ലേ, ഇതും ഹാർട്ട് ഷേപ്പിൽ വരുന്നത്. ഈ 2 ഐറ്റേ ഉള്ളൂ നമുക്ക് 200 രൂപയിൽ കേട്ടോ. അടുത്തത് നമുക്ക് വരുന്നത് ചെറിയ കുട്ടികളുടെ തന്നെ കണ്ടോ, ഈ ഒരു ഐറ്റം. ഇത് 170 രൂപയാണ്. 170 ആണെന്ന് തോന്നുന്നു. ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ അതേ റേറ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. ഇതിന് 170 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് 8 പീസസേ ഉള്ളൂ കേട്ടോ. ഇത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തത്. ഈ ഒരു ടൈപ്പിൽ നമ്മൾ വലിയവരുടേത് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നമുക്കത് കിട്ടാനില്ല. അതും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മൂവിങ് ഉള്ളതാണ്. ഇതൊരു വാച്ച് ടൈപ്പ്, ഇതും ഒരു വാച്ച് ടൈപ്പ്, ഇതും വാച്ച് ടൈപ്പിൽ വരുന്നത് തന്നെ. ഇതൊരു ബട്ടർഫ്ലൈ, പിന്നെ ഇതൊരു ഫ്ലവർ ടൈപ്പ്, ഇതൊരു ബട്ടർഫ്ലൈയുടെ ചെറിയൊരു ടൈപ്പ്. അപ്പോൾ 170 രൂപയാണ് ഇതിൻ്റെ ചാർജ്, ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ. കണ്ടില്ലേ, നേരത്തെ കാണിച്ച അതേ അളവ് തന്നെ. ഇതൊരു ഹാർട്ടും ഒരു വാച്ച് ടൈപ്പിലും വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ്. ഹാർട്ടിൻ്റെ ഉള്ളിലൊരു സ്റ്റോണും വന്നിട്ടുണ്ട്. പിന്നെ ഇതും ഫ്രണ്ട് ഓപ്പൺ ആണ്. കണ്ടില്ലേ, ഒരു ബട്ടർഫ്ലൈ. സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. ഇതൊരു വാച്ച് ടൈപ്പിലുള്ളത്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ലോക്കായിട്ട് ഇങ്ങനെ നിൽക്കും. ഫ്രണ്ട് ഓപ്പൺ ആണ്, ഇതുപോലെ ലോക്കായിട്ട്. കണ്ടില്ലേ, വാച്ച് യൂസ് ചെയ്യണ്ട ഈ ചെറിയ കുട്ടികൾക്ക് ഇത് ഇടുമ്പോൾ തന്നെ. അപ്പോൾ അതുപോലെ നിൽക്കും. ഇതും ഫ്രണ്ട് ഓപ്പൺ ആണ്. ഇതും ഫ്രണ്ട് ഓപ്പൺ ആണ്. ഇതിലെല്ലാം ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ. ഇതിൽ ലോക്ക് ടൈപ്പ് വരുന്നില്ല. ലോക്ക് ടൈപ്പ് വരുന്നത് 200-ലാണ്. ഓക്കെ, ഈ 8 പീസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. 170 രൂപയാണ് കേട്ടോ റേറ്റ്. അടുത്തത് നമുക്ക് വരുന്നത് 3 ലെയർ ബാങ്കിളാണേ. കണ്ടില്ലേ, 3 ലെയർ ബാങ്കിൾ. ഇതും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ അളവിലേക്ക് മാറ്റാം. ഇതിപ്പോൾ വലിയ ആൾക്കാരുടെ അളവാണ്. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതൊറ്റ പീസേ ഉള്ളൂ. 100 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. നമ്മളത് 120-നും 130-നൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. 100 രൂപയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ പീസേ ഉള്ളൂ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ആക്കാം കേട്ടോ. പിന്നെ വരുന്നത് ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് പുതിയതായിട്ട് കിട്ടിയ ഐറ്റമാണ്. തീരെ ചെറിയ കുട്ടികൾക്ക്, അതായത് 4 സെൻറ്റിമീറ്റർ എന്തോ ഉള്ളൂ ഇതിൻ്റെ അളവ്. 4 സെൻറ്റിമീറ്റർ ആണെന്ന് തോന്നുന്നു. കാണിച്ചു തരാം.
4 സെൻറ്റിമീറ്റർ 4.5 ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അതായത് ചെറിയ കുട്ടികൾക്ക്, തീരെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ വളയാണ് കേട്ടോ. ഇപ്പോൾ ന്യൂ ബോൺ ബേബീസ് അല്ല, കുറച്ചും കൂടി ഒരു 2 വയസ്സ് അങ്ങനെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റിയതാണ്. ഇത് 2 എണ്ണമാണ് കേട്ടോ. 2 എണ്ണത്തിൻ്റെ റേറ്റാണ് 100 രൂപയാണെന്ന് തോന്നുന്നു. ഞാനിത് 120 രൂപയാണ് ഫസ്റ്റ് ടൈം പറഞ്ഞിരുന്നത്. ഇത് ഗോൾഡ് ഉണ്ട്, അതുപോലെ റോസ് ഗോൾഡ് ഉണ്ട്, പിന്നെ സിൽവറും വരുന്നുണ്ട്. ഇതിൽ 3 കളറും മിക്സ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാണുമ്പോൾ പെട്ടെന്ന് റോസ് ഗോൾഡും കൂടി മിക്സ് ആയിട്ടേ തോന്നുള്ളൂ. ഇതിൽ ഇടയ്ക്കൊരു സിൽവറും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പെയറിന് ഇതുപോലെ ഒരു പെയറിന് 100 രൂപയായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ബാംഗിൾസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു വളയും കൂടി ഉണ്ട്, ഇതാ ഈ ഒരു മോഡൽ. ഇത് നമ്മൾ ആകെ ഈ ഒരു പീസ് തന്നെ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാം. ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഒരു 5 സെൻറ്റിമീറ്റർ ഇല്ലേ, ഒരു 4.8 ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന, ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാനും പറ്റും. അതേ മോഡലിലുള്ളതാണ്. ഇതൊരൊറ്റ പീസേ ഉള്ളൂ. ഇതിന് എത്ര 90 85 ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ റേറ്റ് എനിക്കിപ്പോൾ കറക്റ്റ് പറയുന്നില്ല, കാരണം ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. എന്തായാലും 85 90 അത് വിട്ട് പോവില്ല. ഇതിലൊറ്റ പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതേപോലെ ക്രൈറ്റീരിയ ഓർമ്മയുണ്ടല്ലോ. വീഡിയോൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് കാണുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, വീഡിയോ ലാസ്റ്റ് ആകുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അങ്ങനെ 2 സ്ക്രീൻഷോട്ട് മാത്രം മതി. ബാക്കി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പറ്റാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. റീസെല്ലേഴ്സിനാണ് സ്റ്റാറ്റസ് വെക്കാനും ഷെയർ ചെയ്യാനും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞത്, കാരണം ഞാൻ വീഡിയോയിൽ തന്നെ റേറ്റ് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി അങ്ങനെ ആയിരിക്കും നമ്മൾ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ ആ ആഴ്ചയിലുള്ള എത്ര വീഡിയോ ഇട്ടോ അതിനൊക്കെ ഈ 2 സ്ക്രീൻഷോട്ട് വീതം ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുള്ളൂ. ഓക്കെ, അല്ലാത്തവർക്ക് നമ്മൾ ചാൻസ് കൊടുക്കുന്നതല്ല. അപ്പോൾ അടുത്ത ആളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചാൻസ് പോകും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.